ഹലോ കൂട്ടുകാരെ, ഞാൻ കുറെ നാളായി വന്നിട്ട്. അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോവാന്ന് വിചാരിക്കുന്നു. എന്താന്ന് വെച്ചാല്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു നാടകശാലയാണല്ലോ. അതുപോലെയാണ് നമ്മുടെ ഓരോ സ്ഥലം. അതായത് നമ്മുടെ വീടായാലും, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായാലും, എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ആ കറക്റ്റായ കാര്യം മറ്റുള്ളവരെ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് നമ്മൾ മിടുക്കും. അല്ലാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വീട്ടില് കുട്ടികളെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ മക്കളെ നമുക്ക് ഇഷ്ടമുണ്ടാവും, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് അവരെ ബോധ്യപ്പെടുത്തില്ല. എപ്പോഴും അവരോട് ഒത്തിരി രൂക്ഷമായിട്ട് പെരുമാറും. നീ അത് ചെയ്തോളോട്ടാ അങ്ങനെ പറയും. അത് നമ്മളെ പേടിയുണ്ടാവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ പറയണത്. പക്ഷെ അവർക്ക് അത് എപ്പോഴും തോന്നുക ഞങ്ങളെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. എന്നാൽ അതേസമയം ഇതിനേലധികം കാര്യങ്ങൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും, സ്നേഹിച്ചിട്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ മേലധികാരികളുടെ മുന്നിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. അവരൊന്നും മുൻപന്തിയിൽ വരൂല. പലപ്പോഴും ഞാൻ ചില സിസ്റ്റർമാരെയൊക്കെ ജോലി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന അവരുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാല് ഭയങ്കര ആത്മാർത്ഥതയാണ്. ഇപ്പൊ ഒരാള് വഴി ചോദിച്ചു കഴിഞ്ഞാല്, ഈ മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോ ഒരു എത്തുപിടിയും കിട്ടില്ല പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാല്. അപ്പൊ അവര് നമ്മളതിൽ നടന്നു പോകുമ്പോ, സിസ്റ്റർ ഇന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പൊ ചിലവരാണെങ്കിൽ അവിടെ ഭയങ്കര ഏബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അവരുടെ പേരൊക്കെ ഭയങ്കര മുൻപന്തിയിലുണ്ടാവും. പക്ഷെ ഇവരൊന്നും യഥാർത്ഥത്തില് പേഷ്യൻസിനോടൊന്നും അത്ര ഇതാവില്ല. അവര് അപ്പൊ ആ സ്ഥലം പറഞ്ഞു കൊടുക്കാല്ല. നിങ്ങൾ അവിടെ പോയ സെക്യൂരിറ്റിയോട് ചോദിച്ചോ, സെക്യൂരിറ്റീനെ കാണാൻ പോണെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കേണ്ടി വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ അതാണ് പറഞ്ഞിടത്താണ് പോവാ. പക്ഷെ അത് പറയില്ല. ആ സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും എന്ന് പറഞ്ഞിട്ട് ഇവരാണ് ഓടിപ്പോകും. ഇവർക്ക് ബിസിയാണ്, അത് വേറെ കാര്യം. അതുപോലെ ഞാൻ എന്റെ ജോലി സ്ഥലത്തെ കാര്യം പറഞ്ഞാട്ടാ, ഇതന്നെ എല്ലാ ഓഫീസും നമുക്കറിയാലോ. നമ്മൾ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങുന്നതല്ലേ. ഒരു കാര്യം ഒരാൾ പറയില്ല. അവർക്ക് പറയാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അവര് പറയില്ല. അവര് ആ കറക്റ്റ് ആളെ കണ്ടുപിടിച്ചാലേ അവര് പറയുള്ളൂ. നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങളുടെ അവിടെ ഒരു ലില്ലി സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോ ആ സിസ്റ്റർ ഒന്നും അറിയപ്പെടാത്തൊരു സിസ്റ്റർ. ആ സിസ്റ്റർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സ്ഥലം പോയി കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു പാവം സിസ്റ്റർ. അപ്പൊ നമ്മള് ലോകത്തിന്റെ മുന്നിലൊന്നും ചിലപ്പോ ഒന്നും അതിന് വരില്ല. പക്ഷെ നമ്മുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് കാണുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം ഉണ്ടല്ലോ, ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നത്. നമ്മളെപ്പോ ജീവിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണത് നല്ലതാണ്. ഇപ്പൊ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം എന്ന് പറയുന്നത്, ഇപ്പൊ ആള് 10 മിനിറ്റ് നടന്നിട്ട് സെക്യൂരിറ്റിനെ കണ്ടിട്ട് ചിലപ്പോ അവിടെ സെക്യൂരിറ്റി ഒന്ന് നീങ്ങിക്കണ നേരം അപ്പൊ അയാൾ വരുന്നവരെ വെയിറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്യണ നേരം കൊണ്ട് നമുക്കൊരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. ഞാൻ ഇപ്പൊ ഇതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല സ്ഥലത്ത് നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോവാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നും കാണിക്കാനുണ്ട് കഴിഞ്ഞാൽ. ഏത് ഓഫീസും, എല്ലാ ഓഫീസും. അതല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിലും പലരും അങ്ങനെയാണ്. ഞാനെല്ലാന്നൊന്നും പറയില്ല. അങ്ങനെ അല്ലാത്ത കുറെ സിസ്റ്റേഴ്സും അവിടെ വർക്കേഴ്സും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമ്മളാൽ കഴിയുന്നത്, നമുക്ക് പറ്റണ കാര്യമാണെങ്കിൽ അങ്ങനെയാണ് പോയിട്ട് ആ വഴിക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത റൂമാട്ടാ. അപ്പൊ നമുക്കറിയണ കാര്യം, നമ്മൾ വർഷങ്ങളായി വർക്ക് ചെയ്യണതാണ്. അത് അതിന്റെ ഏറ്റവും സെഡ് കാര്യം നമുക്കറിയാം. അപ്പൊ ഇന്ന സ്ഥലത്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സെക്യൂരിറ്റിയോട് പറയാന്ന് പറയണ നേരങ്ങളിൽ ഈ വഴി പറയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലാത്തവര് അപ്പൊ അവരൊന്നും ചിലപ്പോ മുന്നിലേക്ക് വന്നൊന്നും വരില്ല എന്ന് പറയാം. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റേഴ്സ് എനിക്ക് പലരും ഓർമ്മ വരും. ചിലപ്പോ ഞാൻ റിട്ടയർ പീരീഡ് അല്ലേ എനിക്ക്. അപ്പൊ അവരൊക്കെ ചിലപ്പോ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ വീട്ടിൽ പറയാറുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഞാനും പലതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എന്നാലും ഞാൻ ആ സിസ്റ്ററിന്റെ അത്രയ്ക്കും അല്ല. എനിക്ക് ചിലപ്പോ ധൃതിനെ ഞങ്ങളൊന്നും ചോദിക്കുക അവിടെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവാം. ഈ സിസ്റ്റർ അത് ഒരിക്കലും പറയില്ല. അത് കൃത്യമായിട്ട് അത് കാണിച്ചു കൊടുത്തിട്ട് ആ സിസ്റ്റർ നീങ്ങുള്ളൂ. ഞാൻ ആ സിസ്റ്ററിനെ ചിലപ്പോ പലപ്പോഴും ഞാൻ അവിടെ വീട്ടിൽ പറയാറുള്ള ഒരു സിസ്റ്ററാണ്. അപ്പൊ നമുക്ക് ലോകത്തിന്റെ മുന്നില. അപ്പൊ ആ സിസ്റ്റർ ഒന്നും മുന്നിൽ വന്നൂല്ല. എന്താണ് നമ്മുടെ
ഞങ്ങൾക്ക് അവാർഡൊക്കെ ഉണ്ട്, ബെസ്റ്റ് നേഴ്സിന്റെ അവാർഡൊക്കെ ഇല്ല. ആ അവാർഡൊന്നും ആ സിസ്റ്റർ കിട്ടില്ല. കാരണം ആ സിസ്റ്റർ അറിയപ്പെടില്ല. കാരണം സിസ്റ്ററിനെ അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അറിയില്ല. ആരുടെ മുന്നിലും അഭിനയിക്കില്ല സിസ്റ്റർ. സിസ്റ്ററിനെ വർക്ക് ചെയ്ത് സിസ്റ്ററിനെ ജോലി ചെയ്ത് പോണ ഒരു സിസ്റ്ററാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെയും അഭിനയം എന്ന് പറയാം. അഭിനയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. നമ്മള് എന്തൊക്കെ ചെയ്താലും നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കണം. ഇന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇന്നതാണ് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീടിന് വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യണ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെയ്തു. ഇങ്ങനെയൊക്കെ നമുക്ക് ഫലിപ്പിക്കാനായിട്ട് അറിയാത്തവര് എപ്പോഴും ഫെയിലിയറാണ്. അവരെപ്പോഴും ഫെയിലിയർ ആയി പോകും. അപ്പൊ അതും കൂടി പഠിക്കണം എന്ന് പറയാം. നമുക്ക് ജീവിക്കുമ്പോ നമ്മളെല്ലാവരും ബോധ്യപ്പെടുത്തണം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരെയും, മക്കളെ ആയാലും ഭർത്താവിനെ ആയാലും എല്ലാവരും നമ്മൾ ബോധ്യപ്പെടുത്താം. അവര് കാണുന്നുണ്ട്, എന്നാലും കൂടി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടാ, ഞാൻ ഇന്ന കാര്യമാണ് കാണിച്ചത് കേട്ടാ എന്നുള്ളതൊന്നൊരു ബോധ്യപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ആർക്കും ആരും അറിയില്ല. എല്ലാവരും എല്ലാവരുടേതായ ചെറിയ ചെറിയ സ്വാർത്ഥതകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതം കുറച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ലതെന്ന് ഞാൻ എൻ്റെ ഇടയ്ക്കൂടെ പറയാണ്. അപ്പോ ഇന്നത്തെ വിഷയം ഇതാണ്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്കൊക്കെ എന്നോട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.